തൊള്ളായിരം വർഷമായി ഗുരുക്കന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിനായി തൃശൂർ എടമുട്ടത്ത് തോൽപ്പാവക്കൂത്ത് നടത്താൻ എത്തുന്നവരാണ് പട്ടാമ്പിയിലെ കളരിക്കൽ തറവാട്ടുകാർ. പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് ഇവർ പാവക്കൂത്ത് നടത്തുന്നത്. പുരാതന കാലം മുതൽക്കേ നിഴൽപ്പാവക്കൂത്ത് നടക്കുന്ന ക്ഷേത്രമാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം. എല്ലാ വർഷവും 7 ദിവസങ്ങളിൽ രാത്രി ഇവിടെ തോൽപ്പാവക്കൂത്ത് അരങ്ങേറാറുണ്ട്. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് പട്ടാമ്പി കളരിക്കൽ കുടുംബാംഗങ്ങൾ ആചാരം തുടരുന്നത്. അതിനാൽ തന്നെ ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് പ്രത്യേക സമയമില്ല. പട്ടാമ്പിൽ നിന്നുള്ള പണിക്കന്മാർ എത്തിയാൽ അതാണ് കൊടിയേറ്റ സമയം. ശ്രീരാമചരിതത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെ തോൽപ്പാവക്കൂത്തിൽ ആസ്വാദകർ പകർന്നു നിൽക്കും. ഏകദേശം അമ്പലത്തിന് 900 വർഷം പഴക്കം ആണ് പറയുന്നത്. പട്ടാമ്പി കളരിപ്പേൽ പണിക്കന്മാർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ രാത്രി ഒരു ദിവസം പാലപ്പെട്ടി അമ്മയുടെ നടയിൽ തങ്ങുകയും കൂത്തിലെ കമ്പരാമായണത്തിലെ കൂത്തിലെ ചില ഭാഗങ്ങൾ ചൊല്ലി ഈ രാവണവധം ദേവിക്ക് നേരിട്ട് കാണണമെന്ന് അവർക്ക് സ്വപ്ന ദർശനം ലഭിക്കും. ഈ പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ ഈ കൊടിയേറ്റം തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ രാത്രി പട്ടാഭിഷേകം കഴിയുന്നവരുള്ള 7 ദിവസത്തെ കൂത്ത് ഇവിടെ ഇതുവരെ മുടങ്ങാണ്ട്, അവർക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ എന്ത് വന്നാലും ഇതൊരു വർഷം പോലും മുടങ്ങാണ്ട് ഇതുവരെ നടത്തിപ്പോരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർ തുടർന്നും പട്ടാമ്പിയിൽ കളരിക്കൽ പണിക്കന്മാർ ഇപ്രാവശ്യവും നമ്മളോടൊന്ന് കൂത്ത് കൊടിയേറിയിരിക്കുകയാണ്. പാതിരാ സമയത്ത് നടക്കുന്ന കൂത്തിൽ തിരിയിട്ട നാളികേരമുറി വിളക്കുകളുടെ വെളിച്ചത്തിൽ പാവകളെ ചലിപ്പിക്കുമ്പോൾ വലിച്ചുകെട്ടിയ വെള്ളത്തുണിയിൽ തെളിയുന്ന നിഴലുകളായാണ് കൂത്ത് ജനങ്ങൾ ആസ്വദിക്കുന്നത്. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾ ഫലിതത്തിന്റെ മേമ്പൊടിയും ചേർത്ത് ചെണ്ടയുടെ താളവും കൂടിയാകുമ്പോൾ കൂത്തിന് മാറ്റുകൂടും. നമുക്ക് പാലപ്പെട്ടിയിൽ എല്ലാവർക്കും ദേശത്തെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ആകെ 2 ദിവസമാണ് പാലപ്പെട്ടിയിൽ പറവെപ്പുള്ളൂ. നടക്കൽപ്പറ ആയിട്ട് ഫെബ്രുവരി 21 വൈകുന്നേരം 8 മണിക്ക് നടക്കുന്നതായിരിക്കും. പിറ്റേ ദിവസം നമ്മുടെ പൂയത്തിന് പകൽപൂരത്തിന് 5 ആനയോടുള്ള എഴുന്നള്ളിപ്പും പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ മേളവുമാണ് നടക്കുന്നത്. നിഴൽപ്പാവക്കൂത്തിന്റെ പാരമ്പര്യവും ഐതിഹ്യവും വരും തലമുറകൾക്കും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.